ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ട മസാലക്കറിയുമായിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയായ മുട്ട മസാലക്കറി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി വിഭവങ്ങൾ സവാള, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്തരം സാധനങ്ങൾ മതിയാകും. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച സവാളയും അതുപോലെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റുക. ഓരോന്നായി ചേർക്കണമെന്നില്ല, എല്ലാം ഒന്നിച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വഴന്നിട്ടും. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യലാണ്, മുട്ട മസാല നമുക്ക് വാങ്ങാൻ കിട്ടും, ചിക്കൻ മസാല പോലെ തന്നെ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത്തിരി സ്പൈസി ആക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ചുവന്ന മുളകും മല്ലിയും ചേർത്ത് അരച്ച അരപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ എരിവിനനുസരിച്ച് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അരപ്പില്ലെങ്കിലും മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവിനനുസൃതമായി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരപ്പിൻ്റെ അതേ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യുന്നതെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് അവസാനം ആകുമ്പോഴേക്കും അത് കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് അത് തിളപ്പിക്കാം. ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുത്തതാണ്. ഇപ്പോൾ നടുവിൽ കീറി മുറിച്ച് വെക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ കറിയിലേക്ക് മുറിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കറിയിലൊന്ന് ആ മുട്ട യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അവിടെ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നന്നായി കുറുകി നല്ലൊരു മസാലക്കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് മുട്ട മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഈ വിഭവം, പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അപ്പോൾ